നമ്മളിന്ന് ചിന്തിക്കുന്നത് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ആദിമ കാലഘട്ടം മുതൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സഭ ആദരവോടെ വണങ്ങുകയും എപ്പോഴും അവളുടെ മധ്യസ്ഥം തേടുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പണ്ടുകാലത്ത് തുടങ്ങി ഉള്ള പ്രധാന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാല ചൊല്ലുകയാണ്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ മുതൽ മഹിമയുടെ രഹസ്യങ്ങൾ വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അത് ചൊല്ലും. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വലിയ സ്തുതിപ്പും കാര്യങ്ങളുമൊന്നും നേരത്തെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ പലപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. നമുക്കതേക്കുറിച്ച് ബോധ്യമില്ലായിരുന്നു. അന്നും പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ച് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതിന് മുടക്കം വരുത്താറില്ല. ഇപ്പോൾ ആദിമ സഭയിലുണ്ടായിരുന്ന വിശ്വാസം, അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. പരിശുദ്ധ അമ്മയെപ്പറ്റി 4 വിശ്വാസ സത്യങ്ങൾ സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തേത് പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് ഉള്ളതാണ്. രണ്ടാമത് അവൾ നിത്യകന്യകയാണെന്നും, മൂന്നാമത് അവൾ അമലോത്ഭവ ആണ്, ഉത്ഭവഭാവമില്ലാതെ ജനിച്ചവളാണ്. നാലാമതായിട്ട് അവൾ സ്വർഗാരോപിതയാണ്, സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടുകൂടെ സംവഹിക്കപ്പെട്ടു. ഈ 4 വിശ്വാസ സത്യങ്ങൾ സഭ പഠിപ്പിക്കുമ്പോൾ പുതിയതായി ഇറക്കിയ മാർഗരേഖയിലും അതിലൊന്നും യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. തന്നെയുമല്ല, പരിശുദ്ധ അമ്മയോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് ആ രേഖയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതും. പക്ഷേ ചില ചാനലുകൾ അതെല്ലാം ആഘോഷമാക്കി കത്തോലിക്ക സഭ സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരുന്നു, തെറ്റുകൾ തിരുത്തി സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് പബ്ലിസിറ്റി അതിന് കൊടുത്തു. അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയെപ്പറ്റി ഉള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ, അല്ലെ പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം തേടുന്നതിൽ നമുക്കുള്ള മനോഭാവത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഈ മാധ്യമങ്ങൾ പുറപ്പെടുവിച്ച ചില പ്രസ്താവനകൾ ചിലരിലെങ്കിലും അത് ഇടയാക്കിയിട്ടുണ്ടാകാം. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ജപമാല ചൊല്ലി പകൽ സമയത്ത് വ്യക്തിപരമായിട്ടൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഇങ്ങനെയൊരു ചിന്ത വന്നു. നമ്മൾ ആ ജപമാലയുടെ രഹസ്യങ്ങൾ, അതിൻ്റെ നന്മ നിറഞ്ഞ മറിയുമെല്ലാം ഇംഗ്ലീഷിലത് ചൊല്ലുമ്പോൾ നമ്മൾ റെസ്പോൺസ്, പ്രതികരണമായിട്ട് ഹെയിൽ മേരി ചൊല്ലിയിട്ട് പിന്നീട് നമ്മൾ ചൊല്ലുന്നത് ഹോളി മേരി മദർ ഓഫ് ഗോഡ്, പ്രേ ഫോർ അസ് സിന്നേഴ്സ് നൗ ആൻഡ് അറ്റ് ദ അവർ ഓഫ് അവർ ഡെത്ത്, ആമേൻ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, മലയാളത്തിൽ തമ്പുരാൻ്റെ അമ്മേ, ഇംഗ്ലീഷിലത് വരുമ്പം ഹോളി മേരി മദർ ഓഫ് ഗോഡ്. അതിൽ ദൈവമാതാവെന്നുള്ള അത് സൂചന വ്യക്തമായിട്ടുണ്ട്. ഇംഗ്ലീഷിലാകുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാണ്. മലയാളത്തിൽ തമ്പുരാൻ്റെ എന്ന് പറയുമ്പം തമ്പുരാൻ ദൈവം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ആ വാക്കിലെ വ്യക്തത കൂടുതൽ ഇംഗ്ലീഷിലുണ്ട്. അപ്പം ഞാൻ അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ആ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ
ഹോളി മേരി മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ us sinners. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു. ഇത് ഒരാശയക്കുഴപ്പമില്ലാതെ ഇങ്ങനെ നമുക്ക് ചൊല്ലാമായിരുന്നല്ലോ. ഹെയിൽ മേരി ആദ്യം ചൊല്ലും. ഹെയിൽ മേരി നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്തതും എലിസബത്ത് പരിശുദ്ധമ്മയോട് പറഞ്ഞതുമായ വചനങ്ങളാണ് ഹെയിൽ മേരിയിലുള്ളത്. പിന്നെ നമ്മൾ പരിശുദ്ധ മറിയമേ ചൊല്ലുമ്പോൾ ഹോളി മേരി മദർ ഓഫ് ഗോഡ് എന്നതിന് പകരം ഹോളി മേരി മദർ ഓഫ് ക്രൈസ്റ്റ് പ്രേ ഫോർ us sinners. അപ്പം അത് ആർക്കും അതിലൊരു എതിരഭിപ്രായമില്ലല്ലോ. ഹോളി മേരി മദർ ഓഫ് ക്രൈസ്റ്റ് പ്രേ ഫോർ us sinners. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ മൂന്നാം രഹസ്യം മറ്റോ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിന്ത, ഹോളി മേരി മദർ ഓഫ് ഗോഡ് എന്നതിന് പകരം മദർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ അമ്മ. അതിൽ തെറ്റില്ലല്ലോ, ക്രിസ്തുവിൻ്റെ അമ്മയാണല്ലോ പരിശുദ്ധ മറിയം. അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വെറുതെ അങ്ങനെ ചിന്തിച്ചപ്പോഴും മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തമായ പ്രേരണയിൽ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നു. അത് മദർ ഓഫ് ക്രൈസ്റ്റ് എന്നല്ല, മദർ ഓഫ് ഗോഡ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പെട്ടെന്ന് ഞാൻ ആ ചിന്തിച്ച നിമിഷം തന്നെ ഹോളി മേരി മദർ ഓഫ് ക്രൈസ്റ്റ് പ്രേ ഫോർ us sinners എന്നാണെങ്കിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ, ക്രിസ്തുവിൻ്റെ അമ്മയാണ്. അപ്പം അങ്ങനെ മനസ്സിലൊന്ന് ചുമ്മാ ചിന്തിച്ച് പോയപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രേരണ, അങ്ങനെയല്ല, ഹോളി മേരി മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ us sinners നൗ ആൻഡ് അറ്റ് ദ അവർ ഓഫ് അവർ ഡെത്ത് ആമേൻ, അങ്ങനെയാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്നൊരു പ്രേരണ മനസ്സിൽ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രേരണ മനസ്സിലേക്ക് വന്നെന്ന് പെട്ടെന്ന് ആലോചിക്കുകയും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് സുവിശേഷത്തിൽ നിന്ന്, ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് വചനങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നന്മ നിറഞ്ഞ മറിയം എന്ന ജപത്തിൽ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, ഹോളി മേരി മദർ ഓഫ് ഗോഡ് എന്ന് ഓരോ തവണ പറയുമ്പോഴും യേശു ദൈവമാണെന്ന് ഏറ്റുപറയുകയാണ് നീ ചെയ്യുന്നത് എന്ന് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അതിൻ്റെ പ്രതികരണമായി പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ, അതായത് ഹോളി മേരി മദർ ഓഫ് ഗോഡ് പ്രേ ഫോർ us sinners, അങ്ങനെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നീ യേശു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് മറിയത്തിലൂടെ ലോകത്തിലേക്ക് വന്ന യേശു ദൈവമാണ്, ദൈവത്തിൻ്റെ അമ്മേ എന്ന് ഓരോ പ്രാവശ്യവും നന്മ മറിയത്തിൻ്റെ പ്രതികരണമായിട്ട് പരിശുദ്ധ മറിയം ചെല്ലുമ്പോൾ വിളിക്കുമ്പോൾ, ഓരോ 10 നന്മ നിറഞ്ഞ് ചെല്ലുമ്പോഴും നമ്മുടെ പ്രതികരണത്തിൽ നമ്മൾ പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ തമ്പുരാൻ്റെ അമ്മേ. അപ്പോൾ ഓരോ പ്രാവശ്യവും യേശുവിനെ ദൈവമാണെന്ന് അധരം കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. യേശു ദൈവമായതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിളിച്ച് നമ്മൾ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം വരുന്നത് അവൾ ദൈവത്തിൻ്റെ അമ്മയായതുകൊണ്ടാണ്. ദൈവപുത്രനായ യേശുവിന് ജന്മം നൽകുവാൻ കർത്താവ് ആദിയിൽ തിരഞ്ഞെടുത്ത സ്ത്രീ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ. അപ്പം പ്രാധാന്യം ദൈവത്തിനാണ്. യേശു ദൈവമാണെന്ന് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഓരോ 10 നന്മ നിറഞ്ഞ രീതിയിലും റെസ്പോൺസ് ചെല്ലുമ്പോൾ നമ്മൾ യേശു ദൈവമാണെന്ന് ഏറ്റു പറയുന്നു. ആ ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പെട്ടെന്ന് തന്നു. അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് കിട്ടുന്ന, ബന്ധിപ്പെട്ട് നിൽക്കുന്ന ദൈവവചനം റോമാലേഖനം 10-ാം അധ്യായം 9
10 വചനങ്ങൾ. ആകയാൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓരോ തവണ ജപമാലയിൽ നമ്മൾ നന്മ നിറഞ്ഞവൻ ചെല്ലുമ്പോഴും യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. അതുവഴി രക്ഷ പ്രാപിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 9-10 വചനങ്ങൾ. നമ്മുടെ രക്ഷ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. യേശുവിനെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞു. ഹോളി മേരി, മദർ ഓഫ് ഗോഡ്, ദൈവമായ ക്രിസ്തുവിൻ്റെ അമ്മയെ ഓരോ നന്മ നിറഞ്ഞ മറിയത്തിലും നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. വീണ്ടും മറ്റൊരു വചനം 1 കൊറിന്തോസ് 12:3. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അപ്പം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിശുദ്ധ മറിയമേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. അങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ 40 മുതലുള്ള വചനങ്ങളിൽ പരിശുദ്ധാമ്മ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന് അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു. 42-ാമത്തെ തിരുവചനമാണ് ലൂക്കാ 1:42. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേൽ ആ ഭാഗമാണ് ചെല്ലുന്നത്. എൻ്റെ കർത്താവ് 43-ാമത്തെ തിരുവചനം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ നിന്ന്. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ, മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അമ്മ. അപ്പോൾ എലിസബത്തിന് നമുക്കറിയാം, മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, നിൻ്റെ ചാർച്ചക്കാരി എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്കിത് 6-ാം മാസമാണ്. അപ്പോൾ 6-ാം മാസമാണ് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ മറിയം വീണ്ടും ഉടനെ തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ്. അപ്പം എലിസബത്തിൻ്റെ അടുത്തേക്ക് മറിയം പോകുമ്പോൾ എലിസബത്തിന് മറിയം ഗർഭവതിയാണെന്നോ അവൻ്റെ ഉദരത്തിൽ യേശു ഉണ്ടെന്നോ ഒരു ധാരണയുമില്ല. നമുക്കത് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വിവരങ്ങളൊന്നുമില്ലാതിരിക്കെ മറിയത്തിൻ്റെ ഉള്ളിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാവുകയും ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൾ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കെവിടെ വന്ന്. അപ്പം കർത്താവ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ ആദ്യം വെളിപ്പെടുത്തുന്നത് മോശയ്ക്കാണ്. മോശയോട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അബ്രാഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും യാഹ്വേ എന്ന എൻ്റെ നാമം വെളിപ്പെടുത്തി, എന്നാൽ എൻ്റെ കർത്താവ് എന്നെൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയില്ല. അപ്പോൾ കർത്താവ് എന്നുള്ള നാമം വെളിപ്പെടുന്ന മോശയ്ക്കാണ് ആദ്യം. അപ്പം കർത്താവ് ദൈവമാണ്, കർത്താവ് ദൈവം. അപ്പം ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അത് പറയാൻ എലിസബത്തിനെ പ്രചോദിപ്പിച്ചത് എലിസബത്തിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവാണ്. അപ്പം നമ്മളതാണ് 1 കൊറിന്തോസ് 12:3 കണ്ടത്. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എലിസബത്ത് അറിയാതെ തന്നെ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ
എനിക്ക് ഈ ഭാഗ്യം എവിടെ നിന്ന്? അങ്ങനെ നമ്മൾ യേശുവിനെ കർത്താവെന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റോമ 10:9-10 വചനങ്ങളിൽ പറയുന്ന പോലെ നമ്മൾ യേശുവിനെ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞു, അപ്പോൾ രക്ഷ പ്രാപിക്കും. നന്മ നിറഞ്ഞ മറിയമേയും പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മയും ചെല്ലുമ്പോൾ നമ്മൾ ഓരോ സമയം ഈ 50 നന്മ നിറഞ്ഞ മറിയും അതുപോലെ 50 പരിശുദ്ധ മറിയം ചെല്ലുമ്പോൾ ഓരോ സമയം യേശുവിൻ്റെ ദൈവത്വത്തെ പ്രഘോഷിക്കുകയും അതിലൂടെ രക്ഷ പ്രാപിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപ, രക്ഷയുടെ അനുഭവം വരുന്നത്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്തു കൊടുക്കും? രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ശരിക്കും റോസറി അല്ലെങ്കിൽ ജപമാല എന്ന് പറയുന്നത് എന്താണ്? ഈ രക്ഷയുടെ അനുഭവം, കർത്താവാണെന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന പ്രവൃത്തിയാണ്. അപ്പം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് എന്ത് പകരം കൊടുക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ ജപമാല ചൊല്ലി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തും. ആ ആന്തരിക അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ വീണ്ടും പറയുകയാണ്, 12-ാമത്തെ വചനമാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അപ്പം പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ അമ്മേ എന്ന് പറയുമ്പോൾ, നമ്മൾ യേശുവിനെ ദൈവമായിട്ട് പ്രഘോഷിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ സമ്പത്ത്, അതായത് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. ഇപ്പോൾ ഒരു ജപമാല ചൊല്ലിത്തീരുമ്പോൾ വലിയ കൃപയുടെ അഭിഷേകം നമ്മിൽ നിറയും. ഇനി നമുക്ക് വിശദമായിട്ട് ഈ ജപമാല എന്താണ്? അപ്പം നന്മ നിറഞ്ഞ മറിയമേയും പരിശുദ്ധ മറിയത്തിലുള്ള ആഴമേറിയ ബോധ്യങ്ങൾ, കർത്താവ് എനിക്ക് തന്ന ബോധ്യം, ഈ നാളുകളിൽ ജപമാല ചൊല്ലിയപ്പോൾ പെട്ടെന്ന് കിട്ടിയ പ്രചോദനവും വചനത്തിൻ്റെ ബന്ധവും ആണ് ഞാൻ വിശദമാക്കിയത്. ഇനി ജപമാല മുഴുവനായിട്ട് എടുക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ ധ്യാനിക്കുന്നത്? സന്തോഷത്തിൻ്റെ 1-ാമത്തെ രഹസ്യത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. പരിസ്ഥിതിനെ അവരെ ഗർഭം ധരിച്ച് ഈശോമിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ ദൂതൻ ദൈവകൽപ്പനയിൽ അറിയിച്ചു. അപ്പം നമ്മൾ ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലാനിരിക്കും. സന്തോഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ 1-ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോടെ അടുത്ത് വന്ന്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, പിന്നീട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം, അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. പിന്നീട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി ആവസിക്കും, ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ, ഈ സുവിശേഷ ഭാഗം 1-ാം രഹസ്യത്തിലേക്ക്, നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ജപമാല 1-ാം രഹസ്യം ആയിരിക്കുമ്പോൾ നമ്മൾ ആ ചിന്തയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. രക്ഷയുടെ അനുഭവം, രക്ഷാകര പ്രവൃത്തിയുടെ ആരംഭം ഇവിടെ തുടങ്ങുകയാണ്. ആ ചിന്ത 1-ാം രഹസ്യത്തിൽ കൊണ്ടുവരണം. 2-ാമത്തെ രഹസ്യത്തിൽ പരിശുദ്ധമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് അവിടെ 3 മാസത്തോളം ശുശ്രൂഷ ചെയ്തതിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ആ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം, ഈ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവവചനം വായിച്ചിരിക്കേണ്ടത് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായമാണ്. അത് നമ്മൾ ഹൃദിസ്ഥമാക്കണം. അപ്പം മറിയം എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. എലിസബത്ത് അവളെ കർത്താവിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് പറയുന്ന വചനങ്ങൾ
നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ മറിയത്തിൻ്റെ സ്തോത്രഗീതം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മളതാണ് നമ്മൾ പറയുന്നത്, ബ്ലസ്സഡ് ആർ യു എമംഗ് വിമൻ ആൻഡ് ബ്ലസ്സഡ് ഈസ് എ ഫ്രൂട്ട് ഓഫ് യുവർ വൂം ജീസസ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അപ്പം ഭാഗ്യവതി എന്ന് നമ്മൾ തലമുറകൾ പ്രകീർത്തിക്കുന്ന അത് തന്നെയാണ് നമ്മൾ ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമ്മ ബ്ലസ്സഡാണ്. അപ്പോൾ ആ മറിയത്തിൻ്റെ സ്തോത്രഗീതവും എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഈ 2-ാം രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കണം. മൂന്നാമത്തെ രഹസ്യത്തിൽ ഈശോയുടെ ജനനമാണ് ബത്ലഹേം നഗരിയിൽ. അപ്പം ഈശോ കാലിത്തൊഴുത്തിൽ വളരെ ദരിദ്രമായ അവസ്ഥയിൽ ജനിക്കുന്ന ആ സംഭവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം ആട്ടിടയന്മാർക്ക് ലഭിക്കുന്ന സന്ദേശം, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമുക്കറിയാം, ഈശോ ജനിച്ചത് ഇസ്രയേലിൽ യൂദ ഗോത്രത്തിലാണ്. പക്ഷേ ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ലോകം മുഴുവനും വേണ്ടിയും യഹൂദ വംശത്തിൽ ജനിച്ചവനാണ് യേശു. അപ്പോൾ നമ്മുടെ ചിന്ത, യേശു നമുക്ക് വേണ്ടിയിട്ട് ലോകത്തിലുള്ള ഇനിയും ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് ആണ് ലോകത്തിലേക്ക് വന്നത് എന്നുള്ള വലിയ ചിന്ത. എന്നെ രക്ഷിക്കുവാൻ, നമ്മുടെ ചുറ്റുമുള്ളവരെ രക്ഷിക്കുവാൻ ആണ് യേശു വന്നത് എന്നുള്ള വലിയ ചിന്തയാണ്. ആ 3-ാം രഹസ്യം ധ്യാനിക്കുമ്പോൾ ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശമൊക്കെ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ 3-ാം രഹസ്യം ധ്യാനിക്കണം. 4-ാമത്തെ രഹസ്യത്തിൽ പരിശുദ്ധമാതാവ് ഈശോമിശിഹായെ ദേവാലയത്തിൽ കാഴ്ച വയ്ക്കുന്ന ഭാഗമാണ് ശുദ്ധീകരണ കർമ്മം. അപ്പോൾ ആ 4-ാം രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ ശിമയോൻ എന്നൊരാളുടെ കാര്യം ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മേലുണ്ടായിരുന്നു, കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നവരെ മരിക്കയില്ലെന്ന് പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തിയിരുന്നു. ഈശോയെ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ഈശോയെ കയ്യിലെടുത്ത് പറഞ്ഞു, കർത്താവേ, ഈ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണമേ, എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയത് രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. വിജാതീയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും ഇസ്രയേലിൻ്റെ മഹിമയുമാണ്. അപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ ശിമയോനോടെ പ്രവചിക്കുകയാണ്. അപ്പോൾ ആ ബോധ്യം, ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഈ 4-ാം രഹസ്യത്തിൽ കൊണ്ടുവരണം. അതോടൊപ്പം ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ഭാഗവും ശിമയോൻ തന്നെ പരിശുദ്ധമ്മയോട് പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. 2-ാമതായിട്ട് ഫനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചിക, ആ പ്രവാചിക പറയുന്ന കാര്യങ്ങളും അവൾ ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ലൂക്ക 1:38 വചനമാണ്. ലൂക്ക 2:38 തിരുവചനം. അപ്പോൾ ഈ ഭാഗങ്ങളാണ് നമ്മൾ 4-ാം രഹസ്യത്തിൽ ധ്യാനിക്കേണ്ടത്. 5-ാമത്തെ ദിവ്യരഹസ്യം വരുമ്പോൾ ഈശോയ്ക്ക് 12 വയസ്സായപ്പോൾ ദേവാലയത്തിൽ വന്ന് മാതാപിതാക്കന്മാർ തിരിച്ചു പോകുമ്പോൾ ഈശോയെ കാണാതെ ആവുന്ന സാഹചര്യം. 3 ദിവസം കാണാതെ അന്വേഷിച്ച് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രമായി സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കണ്ടെത്തിയതിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. നമ്മളിവിടെ ധ്യാനിക്കേണ്ടത് ഈശോയെ കാണാതെ പോയി, ശ്രദ്ധക്കുറവുകൊണ്ട് കാണാതെ പോയി എന്നതിനെ പറ്റിയല്ല. ഏറ്റവും വലിയ ചിന്ത അത് ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം
49 തിരുവചനത്തിലുണ്ട്. മറിയം അതിനു മുമ്പ് ചോദിക്കുകയാണ്, ഞങ്ങൾ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ലേ? അപ്പം ഈശോ പറയുന്ന മറുപടിയാണ് 49 തിരുവചനത്തിൽ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം യേശു ദൈവമാണെന്നുള്ളതിൻ്റെ വീണ്ടും ഒരു പ്രഖ്യാപനമാണ് ഈ 5-ാമത്തെ രഹസ്യത്തിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടത്. ഞാൻ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ്. ലോകത്തിൻ്റെ കാര്യങ്ങളിലല്ല, സ്വന്തം പിതാവിൻ്റെ കാര്യങ്ങളിൽ. അതായത് പിതാവുമായിട്ട് ഒന്നായിരിക്കുന്ന യേശു. ആ ചെറുപ്പത്തിൽ 12 വയസ്സിൽ തന്നെ പിതാവുമായിട്ട് യോജിച്ച് ഒന്നാകാൻ നിൽക്കുന്ന യേശുവിൻ്റെ ദൈവത്വം വീണ്ടും ഈ 5-ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുകയാണ്. അപ്പോൾ ആ ഭാഗമാണ് യേശു പറഞ്ഞ മറുപടിയാണ് നമ്മൾ ആ 5-ാം രഹസ്യത്തിൽ ധ്യാനിക്കണം. അത് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നന്മ നിറഞ്ഞവരെയും പരിശുദ്ധമരെയും ചെല്ലുമ്പോൾ യേശുവിനെ വീണ്ടും കർത്താവാണെന്ന് 10 നന്മ നിറത്തോടെ ഏറ്റു പറയുകയാണ്. ഇനി നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ ഗെത്സമനയിൽ ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് 1-ാമത്തെ ദിവ്യരഹസ്യം. വേദനയുടെ നിർണായക നിമിഷങ്ങളിൽ പിതാവുമായിട്ട് ലയിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ. നമ്മുടെ ജീവിതത്തിലും ഈശോ പറഞ്ഞത് കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കാനാണ്. അപ്പം തീവ്രവേദനയുടെ നടുവിൽ ആശ്വാസം കിട്ടേണ്ടത് ദൈവപിതാവിൽ നിന്നാണ്. നമുക്ക് വേണ്ടി മരിച്ച യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തീവ്രവേദനയിൽ, നമ്മുടെ പ്രതികൂലത്തിൽ നമ്മൾ എവിടെയാണ് ആശ്രയം കണ്ടെത്തേണ്ടത്? യേശുവിൽ, പ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തണം. ആ ബോധ്യമാണ് 1-ാമത്തെ ദിവ്യരഹസ്യം നമുക്ക് തരുന്നത്. 2-ാമത്തെ ദിവ്യരഹസ്യവും 3-ാമത്തെ ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യവും ഈശോ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്നതും മുൾമുടി ധരിപ്പിക്കപ്പെടുന്നതുമായ ഭാഗങ്ങളാണ്. ആ 2 രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, ശരീരത്തിൽ പീഡനം ഏൽക്കുകയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്നത്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിട വാങ്ങിയിരിക്കുന്നു. അപ്പം നമ്മുടെ പാപപ്രലോഭനങ്ങളെ, പ്രവണതകളെ, ശരീരത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ പ്രേരണകളെ പിൻചെല്ലുവാൻ നമ്മെ സഹായിക്കുന്ന ദിവ്യരഹസ്യങ്ങളാണ്. ശരീരം വഴി എന്തുമാത്രം തിന്മകളാണ് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശ, റോമാലേഖനത്തിൽ നമ്മളത് വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. പാപത്തിനടിപ്പെട്ട ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും, പൗലോസ്ലീഹ പറയുന്ന. അപ്പം നമ്മളൊക്കെ പാപത്തിനടിപ്പെട്ടവരാണ്. ഈ 2ഉം 3ഉം ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈശോ ചമ്മട്ടിയടി ഏറ്റത് പാപമില്ലാത്തവൻ. നമുക്കറിയാം, പാപം തൊട്ടു തീണ്ടാത്തവനാണ് യേശു. അങ്ങനെയുള്ളവൻ ഈ ശരീരത്തിൽ പീഡന കേൾക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയും എൻ്റെ ചുറ്റുമുള്ള അനേകം മക്കൾക്ക് വേണ്ടിയുമാണ്, ലോകത്തിലുള്ള സർവ്വജനതകൾക്കും വേണ്ടിയുമാണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നാൽ തന്നെ ഈ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം നിറയും. പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു വലിയ കൃപ അത് ദൈവം തരണം, അല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മുടെ ശരീരം തകർന്നു പോയതുകൊണ്ട്, ആദം പാപം ചെയ്ത് അധപ്പതിച്ച് പോയതുകൊണ്ട് അതിൻ്റെ ബാക്കിയായ നമ്മുടെ ശാരീരിക പ്രവണതയ്ക്ക് അടിപ്പെട്ടു പോവുകയാണ്. ആത്മാവിന് ശരീരത്തിൻ്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അത് വീണ്ടും കിട്ടുന്നത് മാമോദീസയുടെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ. അത് പ്രചോദിപ്പിച്ച് കൊണ്ടുവരണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയണം. വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കൃപാവരങ്ങളും നമ്മിലേക്ക് വർദ്ധിച്ചു വരും. അങ്ങനെയാണ് പാപപ്രവണതകളെ വിട്ടു നിൽക്കാനുള്ള കൃപ കിട്ടുന്നത്. ശരീരത്തിൻ്റെ ബലം കൊണ്ടോ മനസ്സിൻ്റെ തൻ്റെയിടം കൊണ്ടോ ഒരിക്കലും നമുക്കത് കിട്ടുകയില്ല. അപ്പം ഈ രഹസ്യങ്ങൾ, 2-3 രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈശോ എനിക്ക് വേണ്ടി പീഡകൾ സഹിച്ചു എന്നുള്ള ചിന്ത പാപപ്രവണതകളെ വെറുത്തുപേക്ഷിക്കാനുള്ളൊരു കൃപയിലേക്ക് നമ്മളെ നയിക്കും. ആ ചിന്തയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. 4-ാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ ഈശോ കുരിശ് ചുമക്കുകയാണ്. ഈശോ കുരിശ് ചുമന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്.
യെശയ്യാ 53:4 നമ്മളത് ഇങ്ങനെ കാണും. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്ന നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ വചനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈശോ എന്തിനാണ് കുരിശ് വഹിച്ചത്? ഈശോ എൻ്റെ അതിക്രമം ചുമന്നുകൊണ്ടാണ്, എൻ്റെ അതിക്രമങ്ങളും എൻ്റെ വേദനകളുമാണ് യഥാർത്ഥത്തിൽ വഹിച്ചത്. യെശയ്യാ 53:4 മുതലുള്ള വചനങ്ങളാണ്, 4:5. അപ്പം ആ ചിന്ത, ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഓർത്ത് കരയും, കണ്ണീരൊഴുക്കും. അപ്പോൾ ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ കണ്ണീരോടുകൂടി ആ ജപമാലയുടെ രഹസ്യം ധ്യാനിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 5-ാമത്തെ ദിവ്യരഹസ്യത്തിൽ ഈശോ തിരുവസ്ത്രങ്ങൾ ഉരിശിനപ്പെട്ട് കുരിശിൽ പരിശുദ്ധാമ്മയുടെ മുമ്പാകെ സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് മരിക്കുന്ന രംഗമാണ്. അപ്പോൾ ആ രഹസ്യം ധ്യാനിക്കുമ്പോഴും അവൻ്റെ മരണത്തിലൂടെ നമ്മളെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ, ദൈവിക ജീവൻ നമുക്ക് നൽകുവാൻ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ അവൻ കുരിശിൽ മരിച്ചു എന്നുള്ള ചിന്ത എന്നിലേക്ക് ആഴപ്പെടണം. ഈ ചിന്തകളോടെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മുടെ പാപപ്രവണതകളെല്ലാം വിട്ടുപേക്ഷിച്ച് പുതിയ മനുഷ്യനായി തീരാനുള്ള പ്രേരണ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകും. പിന്നെ നമ്മൾ പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ 1-ാമത്തെ ദിവ്യരഹസ്യത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ നമുക്കറിയാം, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ എഴുന്നള്ളി വരികയും പിതാവ് പറഞ്ഞു, ഇവൻ ദൈവപുത്രനാണ്, എൻ്റെ ബിലവഡ്, എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യേശു ദൈവപുത്രനാണെന്ന സാക്ഷ്യം കൊടുക്കുകയാണ്, യേശു ദൈവം തന്നെയാണെന്നുള്ള സാക്ഷ്യം കൊടുക്കുകയാണ് പിതാവ്. അപ്പോൾ ആ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് രഹസ്യം ധ്യാനിക്കേണ്ടത്. 2-ാമത്തെ രഹസ്യത്തിൽ ഒന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ മാമോദീസായിൽ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം, ആ ചിന്തയും കൂടെ നമുക്ക് കർത്താവ് തരുന്നുണ്ട്. ഈശോ മാമോദീസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പോലെ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നയിക്കുന്ന നിമിഷമാണ്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുള്ള ചിന്തയാണ് 1-ാമത്തെ ദിവ്യരഹസ്യത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. 2-ാമത്തെ ദിവ്യരഹസ്യത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഈശോ അത്ഭുതം പ്രവർത്തിച്ച് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ന്യൂനതകളിലേക്ക്, നമ്മുടെ പോരായ്മകളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളിലേക്ക്, നമുക്കറിയാം നമ്മുടെ ജീവിതം ഏതൊരു കുടുംബത്തിൻ്റെ ആണെങ്കിലും പല രീതിയിലുള്ള പരിമിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. സമ്പത്തുള്ളവനാണെങ്കിലും മറ്റ് പരിമിതികൾ കാണും. ചിലർ ദാരിദ്ര്യ ദുഃഖത്തിലൂടെ ആയിരിക്കും കടന്നു പോകും, രോഗങ്ങളിലൂടെ കടന്നു പോകണം. ആ പരിമിതികളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയെ കർത്താവിൻ്റെ അമ്മയെന്ന് വിളിച്ച് യേശുവിൻ്റെ ദൈവത്വത്തെ പ്രഘോഷിക്കുമ്പോൾ കാനായിൽ നടന്നതുപോലെ തന്നെ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ കടന്നു വരും. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. 3-ാമത്തെ ദിവ്യരഹസ്യത്തിൽ ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം നമ്മുടെ മിഷൻ യേശുവിനെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, പ്രഘോഷിക്കപ്പെടാതെ ഒരുവൻ എങ്ങനെ കേൾക്കും, ഐക്യപ്പെടുന്നില്ല ഇല്ലെങ്കിൽ ഒരുവൻ എങ്ങനെ പ്രഘോഷിക്കും. പിന്നീട് പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പാദങ്ങൾ എത്ര സുന്ദരം. അപ്പം മറ്റേതൊരു ജോലിയേക്കാളും, ഒരു ഡോക്ടറോ ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോ ഏത് പദവിയിലിരിക്കുന്നതിനേക്കാളും ഏറ്റവും മനോഹരമായ ജോലി എന്താണ്? അത് സുവിശേഷ വേലയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പാദങ്ങൾ എത്ര സുന്ദരം. ആ ബോധ്യമാണ് നമ്മുടെ 3-ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിന് നമ്മുടെ കഴിവുകൾക്കനുസരിച്ച് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം,
മറ്റ് അനവധി കർത്താവ് തുറന്നു തരുന്ന മാർഗങ്ങളിലൂടെ ആയിരിക്കും. ആ ചിന്ത, ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. 4-ാമത്തെ രഹസ്യത്തിൽ ഈശോയുടെ രൂപാന്തരീകരണമാണ്. നമ്മൾ യേശുവിനെ പോലെ തന്നെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് ലേഖനങ്ങളിലെല്ലാം നമ്മൾ പൗലോസിൻ്റെയും പത്രോസിൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അതേ മഹത്വത്തിൽ, യേശുക്രിസ്തുവിന് കിട്ടിയ അതേ മഹത്വത്തിൽ നമ്മൾ രൂപാന്തരപ്പെടും. അപ്പോൾ ഈശോ അതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് താബോർ മലമുകളിൽ കാണിച്ചത്. അപ്പം നമ്മൾ ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇതേ മഹത്വത്തിലൂടെ നമ്മളും സ്വർഗരാജ്യത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് ശരീരം വീണ്ടെടുക്കപ്പെട്ട് കടന്നു ചെല്ലും. ആ ഒരു പ്രത്യാശ വലിയൊരു പ്രത്യാശയാണ്. ആ ബോധ്യത്തോട് വേണം 4-ാം ദിവ്യരഹസ്യം ധ്യാനിക്കാൻ. 5-ാമത്തെ ദിവ്യരഹസ്യത്തിൽ ഈശോ സഹിയോൻ മാളികയിൽ വെച്ച് അന്ത്യത്താഴം കഴിക്കുന്നതും വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതുമായ അനുഭവം, ആ അനുഭവം നമുക്ക് നാം ധ്യാനിക്കുമ്പോൾ എന്നും നമ്മൾ പങ്കുചേരുന്ന ദിവ്യബലി, ദൈവത്തിൻ്റെ വലിയ കരുണ. ഓരോ ദിവസവും അന്ത്യത്താഴം നമുക്ക് കർത്താവ് തരികയാണ്. ആ അന്ത്യത്താഴം കഴിക്കുമ്പോൾ കർത്താവിൻ്റെ ബലിയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്, കാൽവരിയിലെ ബലി. ആ കാൽവരിയിലെ ബലിയിലൂടെയാണ് യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്ക് തരുന്നത്. ആ ബലി നടന്നില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ബലി, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ മനസ്സിലേക്ക് വരും 5-ാമത്തെ ഈ പ്രകാശത്തിൻ്റെ രഹസ്യം ധ്യാനിക്കുമ്പോൾ. കാരണം പിറ്റേ ദിവസം നടക്കേണ്ട ബലിയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആ യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും, ആ ചിന്തയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. ഇനി നമ്മൾ മഹിമയുടെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ഉയർപ്പാണ് 1-ാമത്തെ രഹസ്യം. നമ്മളും അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. അപ്പം നമ്മുടെ ജീവിതം മരിച്ച് ഈ ലോകത്തിലെ മണ്ണിനോട് ചേർന്ന് നശിച്ചു പോകാനുള്ളതല്ല. നിത്യജീവിതത്തിൽ പുതിയ ജീവിതം ആരംഭിക്കാനെന്നുള്ള ചിന്ത നിരാശയുടെ ചിന്തയിൽ നിന്ന്, ആത്മഹത്യാ പ്രവണതയിൽ നിന്നെല്ലാം നമ്മളെ വേർപെടുത്തും. നമുക്ക് പുതിയൊരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം, ക്രിസ്തുവിലുള്ള യഥാർത്ഥ ജീവിതം. അതിനുള്ള ഒരു മുന്നൊരുക്കം മാത്രമാണ് ഭൂമിയിലെ ജീവിതം. ആ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. 2-ാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ കർത്താവ് ഈശോ മിശിഹായുടെ സ്വർഗാരോഹണമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ശിഷ്യർ നോക്കിക്കൊണ്ട് നമ്മൾ മാലാഖമാർ ചോദിക്കുന്നുണ്ട്, അല്ലയോ ഗലീലയരെ, നിങ്ങൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കണ്ടതുപോലെ തന്നെ യേശു വീണ്ടും തിരിച്ചു വരും. അന്ത്യവിധിയെക്കുറിച്ചുള്ളൊരു ചിന്ത ആ രഹസ്യം ധ്യാനിക്കുമ്പോൾ വരണം. യേശു വീണ്ടും വിധിയാളനായിട്ട് കടന്നു വരും. അന്ന് എന്നെ മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അവിടത്തോട് കൂട്ടിച്ചേർന്ന് എന്നെയും കൊണ്ടുപോകുന്നുള്ള വലിയ ആത്മീയ ബോധ്യം നമ്മുടെ മനസ്സിൽ നിറയണം. 3-ാമത്തെ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ സഹിയോൻ മാളികയിൽ പരിശുദ്ധമ്മയോട് ചേർന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വലിയൊരു കൊടുങ്കാറ്റായിട്ട് കടന്നു വന്ന് അവരുടെ മേൽ തീനാനുകളുടെ രൂപത്തിൽ ആവസിക്കുന്ന ആ ഭാഗമാണ് ധ്യാനിക്കുന്നത്. നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പുതുപുത്തൻ അഭിഷേകം, ദൈവിക ജീവൻ ഈ ശാരീരിക പ്രവണതകളെ എതിർക്കുവാൻ തക്ക വിധത്തിൽ പുതിയ ജീവിതം നയിക്കുവാൻ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ആദ്യത്തെ സൃഷ്ടി നമ്മുടെ അമ്മയുടെ ഉദരത്തിലൂടെ നമ്മൾ പുറത്തു വന്നപ്പോൾ നടന്നു. 2-ാമത്തെ സൃഷ്ടി മാമോദീസയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിട്ട് മാറും. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. 4-ാമത്തെ രഹസ്യത്തിൽ 18 രഹസ്യങ്ങളിപ്പം നമ്മൾ സന്തോഷം മുതലെടുക്കുമ്പോൾ സന്തോഷം, ദുഃഖം, പ്രകാശം 5 വെച്ച് 15ആയി. ഉയർപ്പിൻ്റെ മഹിമയുടെ രഹസ്യങ്ങൾ 3 ധ്യാനിച്ചു, 15 18ആയി. ഈ 18 രഹസ്യങ്ങൾ ധ്യാനിച്ചപ്പോൾ യേശുവിനെ പറ്റിയാണ് നമ്മൾ ധ്യാനിച്ചത്. യേശുവിൻ്റെ ജനനം തൊട്ട് പരസ്യജീവിതം, അവൻ്റെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, അതുപോലെ അവൻ്റെ കുരിശുമരണവും പീഡാസഹനവും എല്ലാം അത് ധ്യാനിച്ച ശേഷം അവൻ്റെ ഉയർപ്പും ധ്യാനിച്ചു. ഇനിയുള്ളത് അവസാനത്തെ 2 രഹസ്യത്തിൽ മാത്രം യേശുവിനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം, ആത്മശരീരങ്ങളോട് ഉയർത്തപ്പെട്ടു. പരിശുദ്ധ സഭ അത് വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അതിന് പരിശുദ്ധ അമ്മ അർഹയാണ്.
ആ ചിന്ത മനസ്സിലേക്ക് വരണം. നമ്മളും ഇതുപോലെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പിലൂടെ അന്ത്യവിധിയിൽ ഉയർത്തെഴുന്നേൽക്കും. ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ആ രഹസ്യത്തിൽ കൊണ്ടുവരാം. അതുപോലെ 5-ാമത്തെ രഹസ്യത്തിലും വീണ്ടും പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെ റാണിയായിട്ട് ഉയർത്തുന്നതാണ്. അപ്പം ദൈവഹിതത്തിന് കീഴ്പ്പെട്ട അവൾ, പൂർണ്ണമായിട്ടും ദൈവവചനം അനുസരിച്ച് സ്വീകരിച്ചവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ഉയർത്തപ്പെടുകയാണ്. അതിനവൾ പൂർണ്ണമായിട്ടും അർഹയാണ്. ഈ 18 രഹസ്യങ്ങൾ ധ്യാനിച്ച ശേഷം അവസാനത്തെ 2 രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധമ്മയെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയം വരില്ല. പരിശുദ്ധമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ്, അതുപോലെ സ്വർഗാരോപിതയാണ്. ആ ബോധ്യത്തിലേക്ക് നമ്മൾ നിറയും. ഇനി നമ്മൾ ലുത്തിനിയ ധ്യാനിക്കുമ്പോൾ അതിലെ ഒരു ഭാഗം നമ്മളിങ്ങനെ പറയും: സ്രഷ്ടാവിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പം സ്രഷ്ടാവിൻ്റെ മാതാവായിട്ട് എങ്ങനെയാണ് പരിശുദ്ധമ്മ വരുന്നത്? നമുക്ക് ന്യായമായൊരു സംശയം വരാം. ക്രിസ്തുവിൻ്റെ അമ്മയല്ലേ, ദൈവത്തിൻ്റെ അമ്മയാണെങ്കിലും സ്രഷ്ടാവിൻ്റെ മാതാവേ. അതിനുള്ള ഉത്തരം കൊളോസോസ് ലേഖനം 1-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിലുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പം സൃഷ്ടാവിൻ്റെ സ്ഥാനത്ത് തന്നെ ക്രിസ്തുവിനെ കൊണ്ടുവരിക. അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. സൃഷ്ടാവിൻ്റെ ആ പങ്ക് ക്രിസ്തുവിന് കൊടുക്കുകയാണ്. അപ്പോൾ സൃഷ്ടാവിൻ്റെ അമ്മയെ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം അതിനുണ്ട്. അവനിലൂടെ അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ക്രിസ്തുവിൽ നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ് എഫേസോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാം ക്രിസ്തുവിലാണ്. അവൻ എല്ലാറ്റിൻ്റെയും മുമ്പുള്ളവനുമാണ്. അപ്പോൾ അതിൽ സൃഷ്ടാവിൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പം നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജപമാല ധ്യാനിക്കുമ്പോൾ രക്ഷാകര പ്രവൃത്തി നമ്മൾ പൂർണ്ണമായിട്ട് ഏറ്റുപറയുകയാണ്. രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് കൊടുക്കും? ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചൊല്ലുമ്പോഴും വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലുമ്പോഴും ഈ രക്ഷയുടെ പാനപാത്രം ഉയർത്തി രക്ഷാകരകർമ്മം മുഴുവൻ എടുത്തുയർത്തി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബോധ്യത്തിലൂടെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയുടെ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി അനുദിനം പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച് ആ പ്രാർത്ഥനയിലൂടെ യേശു കർത്താവാണെന്ന് ഓരോ നിമിഷവും അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് അങ്ങനെ യേശുവിൻ്റെ ദൈവത്വം പ്രഘോഷിച്ച് ഞാനും എൻ്റെ കുടുംബവും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനും ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.